നമസ്കാരം. ഞാനിന്ന് വരുന്നൊരു ടോപ്പിക്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും മോസ്റ്റ് യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻഡസ്ട്രി 4.0 എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ലെവലിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഓർ 3D പ്രിൻറ്റിംഗ് ഓർ എഡിറ്റീവ് മാനുഫാക്ചറിങ്. ഒരു 10-25 വർഷം മുന്നേ ഈ ടെക്നോളജിയിൽ അറിയപ്പെട്ടിരുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന രീതിയിലായിരുന്നു. പിന്നെ കാലഘട്ടത്തിന് ശേഷം പുതിയ ടെക്നോളജിയെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 3D പ്രിൻറ്റിംഗ് ഓർ എഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജി, ഇന്ന് ടുഡേ ഈസ് ദ മോസ്റ്റ് കോമൺ ടെക്നോളജി. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി. പ്രൊഫഷണലായിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ വൈസിൽ യൂസ് ചെയ്യാണ്. മാനുഫാക്ചറിങ്ങിൽ പ്രോഡക്റ്റ് ഡിസൈനിങ് പർപ്പസിനും അതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഏതെല്ലാം സെക്ടറിൽ യൂസ് ചെയ്യാം, പിന്നെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അപ്പോൾ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ബെനിഫിറ്റ്, ഇൻഡസ്ട്രിക്ക് എവിടെ ബെനിഫിറ്റ് കിട്ടുന്നതിനെ പറ്റിയിട്ടൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആയിക്കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് ആയിക്കഴിഞ്ഞാൽ, ഓട്ടോമോട്ടീവ് ആയിക്കഴിഞ്ഞാൽ, മെഡിക്കൽ ഡെൻ്റൽ ആപ്ലിക്കേഷൻസ്, ടൂൾസ്, മോൾഡ്സ്, എയറോസ്പേസ്, എനി ഇൻഡസ്ട്രി ലെവലിൽ നമുക്ക് ഈ എഡിറ്റീവ് മാനുഫാക്ചറിങ് ഓർ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ ഇതിൽ ഇൻഡസ്ട്രി ഇപ്പം ഒരു 3D പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം എയറോസ്പേസ്, ഡിഫൻസ് ആയാലും, ഫുഡ് ആയാലും, ഓട്ടോമോട്ടീവ് ആയിക്കഴിഞ്ഞാൽ, ഫാഷൻ ടെക്നോളജി, ജ്വല്ലറി, ആർട്ട്, റീറ്റെയിൽ, ഇലക്ട്രോണിക്സ്, എഡ്യൂക്കേഷൻ, എനർജി, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എവിടെയാണ് ബെനിഫിറ്റ്, നമുക്ക് ഈ 3D പ്രിൻറ്റിംഗ് യൂസ്ഫുള്ളായിട്ട് വരുന്ന ബെനിഫിറ്റിൽ എവിടെയാണ് യൂസ് ചെയ്യാം? എഡ്യൂക്കേഷനിൽ ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു 10-20 വർഷം, 25 വർഷം മുന്നേ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി വളരെ കുറവായിരുന്നു. അപ്പോൾ NDTF പോലത്തെ സ്ഥാപനങ്ങളിലായിരുന്നു അന്ന് ഒരു 96-97 ആ സമയത്ത് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഇപ്പം ടെക്നോളജി മാറി. ഇപ്പോൾ ഒരു 2010 ശേഷം ഇഷ്ടംപോലെ കമ്പനി എഡ്യൂക്കേഷൻ സെക്ടറിലായിരിക്കും. ഇപ്പോൾ ഈ 2024 എല്ലാ എഡ്യൂക്കേഷൻ സെക്ടറിലും മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഈ ടെക്നോളജി തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അപ്പം പ്രോസസ്സ് ചില കോളേജിലെന്ന് വെച്ചാൽ ബേസിക് ലെവൽ പ്രോസസ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻഡസ്ട്രിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ലെവലിലാണ് മെയിനായിട്ട് ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഇതിൻ്റെ 3D പ്രിൻറ്റിംഗ് ആപ്ലിക്കേഷൻ, പ്രോസസ്സ്, ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രീസ് എല്ലാം വരുമ്പോൾ ഇതിൽ ഇതിൽ കാറ്റഗറി വൈസും ക്ലാസ് വൈസും മെറ്റീരിയൽ വൈസും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ടൂളിങ്, മോഡലിങ്, പ്രോട്ടോടൈപ്പിംഗ്, ടൂളിങ്, മാനുഫാക്ചറിങ്, അതേപോലെ എൻ്റർടൈൻമെൻറ്റ്, ഹെൽത്ത് കെയർ, എല്ലാ ഇതിലും ഈ 3D പ്രിൻറ്റിംഗ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ മെയിൻ 3D പ്രിൻറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ മോഡൽസ്, സ്പെയർ പാർട്സ് ഡിവൈസസ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്പെയർ പാർട്സ് കിട്ടുന്നില്ലെങ്കിൽ, മാർക്കറ്റ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഇതിൽ നമുക്ക് 3D പ്രിൻറ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3D മോഡൽ ഉണ്ടെങ്കിൽ അതിൽ 3D പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇപ്പോൾ എനി ക്രിട്ടിക്കൽ മോഡലാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിരുന്നത്. അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡിസൈൻ ഫീസിബിലിറ്റി, ഇപ്പോൾ നമുക്കൊരു ഡിസൈൻ ഫീസിബിലിറ്റി നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫിസിക്കലായിട്ട് പാർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കോസ്റ്റ് ഓഫ് ജോമെട്രിക് കോംപ്ലക്സിറ്റി, നമുക്ക് കോസ്റ്റ് വൈസ് ആയിട്ടും ജോമെട്രിക് ആയിട്ടും ഇതിനെ നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡിസൈനർക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ പാർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഡയമെൻഷണൽ ആക്യുറസി, സോ നോ നീഡ് ടു എനി അസംബ്ലി. എന്ന് വെച്ചാൽ നമുക്ക് അസംബ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. അസംബ്ലി സ്റ്റേജിൽ തന്നെ നമുക്ക് 3D പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ടൈം, കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ റൺ. ഇപ്പോൾ നമുക്ക് ടൈം വളരെ കുറവാണ്. ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു ഡൈ ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ട് ഡൈ ചെയ്തിട്ട് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയമെടുക്കും. അപ്പോൾ അതിന് പകരം നമുക്കൊരു മാർക്കറ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനോ വേണമെന്നുണ്ടെങ്കിൽ
ഇമ്മീഡിയറ്റ്ലി ഈ സാധനം 3D പ്രിൻറ്റിങ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് വിത്ത് അസംബ്ലി സ്റ്റേജിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം റിമോട്ടിൻ്റെ ഒരു കേസ് നമുക്ക് അതിൻ്റെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും അതേപോലെ കീപാഡ് അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അത് 3 മോൾഡായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം ആക്ച്വലി ഇത് അറ്റ് എ ടൈം, അതായത് മൾട്ടി കളർ മൾട്ടി മെറ്റീരിയൽ ലെവലുള്ള മെഷീൻസ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഒറ്റ ടൈമിന് ഈ സാധനങ്ങൾ ഈ പ്രൊഡക്ട്സ് ആക്ച്വലി നമുക്ക് ഒരേ അസംബ്ലി അതേ കണ്ടീഷനിൽ നമുക്ക് 1:1 എന്നുള്ള രീതിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത്, അതായത് റബ്ബറും പ്ലാസ്റ്റിക്കും ഒരേ ടൈമിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലെ മെഷീൻസ് ഓൾറെഡി ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ നമുക്ക് ഡയമെൻഷൻ ആക്യുറസി, ഇപ്പം നമുക്ക് ആക്യുറസി ലെവലിൽ വരുന്നെങ്കിൽ ഫിനിഷ് ലെവലിൽ വരുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. അതേപോലെ മൾട്ടി കളർ മെറ്റീരിയൽ ചെയ്യുക, മൾട്ടി മെറ്റീരിയൽ ചെയ്യാം, ആ അവൈലബിളുള്ള പ്രോസസ്സുള്ള മെഷീൻസ് ഓൾറെഡി ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എവിടെയാണ് നമുക്ക് ആക്ച്വലി ഇത് 3D പ്രിൻറ്റിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരു 3D പ്രിൻറ്റിങ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ആക്ച്വലി നമുക്ക് ആക്ച്വലി ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന അതേപോലെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യും. ആദ്യം ഒരു ഫസ്റ്റ് കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യും. ആ കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഞങ്ങൾ ഒരു എൻജിനീയറിംഗ് ലെവലിലേക്ക് പോവാം, അല്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. ആ ഡീറ്റെയിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടൂളിങ്ങിലേക്ക് പോവുക. ടൂളിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഡക്ഷൻ ലെവലിലേക്ക് പോവുക. പ്രൊഡക്ഷൻ കഴിഞ്ഞ് പിന്നെ ഡിസ്പാച്ച്, ആ ലെവലിലാണ് സാധാരണ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ചെയ്തു വരാറ്. അപ്പോൾ ഈ 3D പ്രിൻറ്റിങ് ടെക്നോളജി വന്നതിന് ശേഷം ആക്ച്വലി ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കോൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കോൺസെപ്റ്റ് ഒരു 3D മോഡൽ ഡിസൈൻ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ പ്രിൻ്റ് എടുത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഡിസൈൻ ഇഷ്യൂസോ അല്ലെങ്കിൽ മോഡൽ ഇഷ്യൂസോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് സെക്ടറിൽ തന്നെ നമുക്ക് ആക്ച്വലി ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തു, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് തന്നെ ഈ പ്രോട്ടോടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡീറ്റെയിലിങ്ങിലും ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഒരു 1 റുപ്പി 10 റുപ്പി 100 റുപ്പീസ് 1000 റുപ്പീസ് 10,000 റുപ്പീസ് എന്ന രീതിയിൽ ഒരു ജസ്റ്റ് ഗ്രാഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡോളർ ലെവലിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കോൺസെപ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു 3D പ്രിൻറ്റിങ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു $1 നമുക്ക് കോസ്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ എഞ്ചിനീയറിംഗ് ലെവലിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് ലെവലിൽ നിന്ന് നമ്മളൊരു 3D പ്രിൻറ്റിങ് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും മോഡിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഒരു $10 ഡിഫറൻസ് വരും, ഒരു കോസ്റ്റ് വരും. അഥവാ നമ്മൾ ഡീറ്റെയിലിംഗ് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് വെച്ചിട്ട് ഇത്രയും എമൗണ്ട് ഇതിൽ നമുക്ക് ആക്ച്വലി മെയിൻ ഇഷ്യൂസ് ഇത്രയും കോസ്റ്റ് ആവും. അതായത് ഡീറ്റെയിലിംഗ് അതായത് നമുക്കിവിടെ കോൺസെപ്റ്റ് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഡീറ്റെയിലിംഗ് വന്നു കഴിഞ്ഞാൽ 3D പ്രിൻറ്റിങ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ കോസ്റ്റിൻ്റെ ഡിഫറൻസ് കാണിക്കും. അത് അപ്പോൾ നമുക്ക് സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു 80% പ്രൊഡക്റ്റ് കോസ്റ്റ് ഇത് ചെയ്യാം, കോസ്റ്റ് സേവിങ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആക്ച്വലി ടൂളിംഗ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ കോൺസെപ്റ്റും എഞ്ചിനീയറിംഗ് ഡീറ്റെയിലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോട്ടോടൈപ്പ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ ടൂളിങ്ങിൽ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു 80%ഓളം നമുക്ക് കാര്യങ്ങൾ അതായത് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് റിഡക്ഷൻ കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ ടൂളിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പിംഗ് ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ടൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ വർക്കാണ്. അപ്പോൾ അതിന് പകരമാണ് ഇതിൽ കോൺസെപ്റ്റിലും എഞ്ചിനീയറിംഗ് ലെവലിലും ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് 3D പ്രിൻറ്റിങ് ടെക്നോളജി, പ്രോഡക്റ്റ് ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതേപോലെ ടൂൾ റൂം ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം 3D പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്യാവിറ്റി മോൾഡ് ആക്ച്വലി ലോ പ്രൊഡക്ഷൻ മോൾഡ് ആക്ച്വൽ മെറ്റീരിയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഡൈ ആൻഡ് കോറൻ ക്യാവിറ്റി നമുക്ക് ആക്ച്വലി 3D പ്രിൻറ്റിങ് ചെയ്തിട്ട് കോറൻ ക്യാവിറ്റി ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതേപോലെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോറൻ ക്യാവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പല പ്രോസസ്സും വരുന്നുണ്ട്, മെഷീനിങ് പ്രോസസ്സ് വരുന്നുണ്ട്. അതായത് CNC മില്ലിങ് ചെയ്യണം, സ്പാർക്കിങ് ചെയ്യണം, വർക്ക് കട്ട് ചെയ്യണം എന്നെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി കോറൻ ക്യാവിറ്റി പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് കോസ്റ്റും അതേപോലെ കോസ്റ്റ് വൈസും ടൈം വൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
അതേ ആ ഇതിൽ ടൂളിങ്ങിലും ഇത് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആക്ച്വലി ഈ കോൺസെപ്റ്റിൽ തന്നെ ഇപ്പോൾ അധികം ആൾക്കാരെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ഇപ്പോഴത്തെ അധികം ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം ഇതിൽ 3D പ്രിൻറ്റിംഗ് ചെയ്ത് അതിൻ്റെ വാലിഡേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ എഞ്ചിനീയറിങ്ങിലേക്ക് പോവുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് അസംബ്ലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡീറ്റെയിൽ ലെവലിലേക്ക് പോകുള്ളൂ. ഡീറ്റെയിൽ ലെവലിലേക്ക് പോയതിന് ശേഷം മാത്രമേ 100% മെഷൂർ ചെയ്തതിന് മാത്രമേ ഇവർ ടൂളിങ്ങിൽ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ടൂൾ റൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, അതായത് 3D പ്രിൻറ്റിംഗ് ടെക്നോളജിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ കൺസൾട്ടിങ് ലെവലോ സർവീസോ ഇതിനെപ്പറ്റി ട്രെയിനിങ്ങോ എന്തെങ്കിലും അഡ്വൈസോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.